അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇതാ നമ്മൾ പുല്ലൂർ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും വീണ്ടും ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ. ടീച്ചേഴ്സും കുട്ടികളും അപ്പോൾ 2003, 2004 ബാച്ചിലെ കുട്ടികളാണ് ഇതിൽ പോയി ഒരു മീറ്റപ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ദൂരത്തു നിന്നുള്ള ടീച്ചേഴ്സുകളൊക്കെ എത്തിയിട്ടുണ്ട്. അടുത്തുള്ളവരുണ്ട്, ദൂരമുള്ളവരുണ്ട്. അപ്പോൾ ഏറ്റവും ദൂരമുള്ളത് നമ്മൾ ജയ ടീച്ചർ തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടീച്ചർ ഒരു വട്ടം കൂടെ ഇതാ നമ്മൾ പുല്ലൂർ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പോയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അന്ന് രാവിലെയാണ് ഞാൻ മെസ്സേജ് കാണുന്നത്. ടീച്ചറിൽ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, ഷീബ ഞാനിത് പുല്ലൂർ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്, ഞാനിവിടെ പുല്ലൂർ എത്തിയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് കാണുന്നുണ്ട്. ഞാൻ അപ്പം തന്നെ ഞാൻ ടീച്ചർക്ക് വിളിച്ചു നോക്കി. അപ്പോൾ ടീച്ചർ ഷാപ്പുംകുന്നത്ത് വേറെ ടീച്ചറെ വീട്ടിൽ ടീച്ചർ ഫ്രണ്ടായ ജംഷീന എന്ന് പറഞ്ഞ ടീച്ചർ വീട്ടിൽ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ ഫോണെടുത്ത് ടീച്ചർ പറഞ്ഞു ഞാൻ ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മോന് എല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട്, മക്കളൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ മെസ്സേജ് കാണുന്നത്. ഞാൻ പിന്നെ മോൻ്റെ നമ്പർ കൊടുത്തു ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും എനിക്ക് എൻ്റെ ഫോണിലേക്ക് ചില സമയത്ത് വിളിച്ചാൽ കിട്ടൂല. അപ്പോൾ ഞാൻ മോൻ്റെ നമ്പർ കൊടുത്തിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ വീണ്ടും ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മോനെ സൈറ്റിൽ നിന്ന് വിളിച്ച് വരുത്തിയിട്ട് ഞാൻ പോയി. 1 മണിയൊക്കെ ആയപ്പോഴേക്ക് ടീച്ചർ പറഞ്ഞു 1 മണിയാകുമ്പോഴേക്ക് ചിലപ്പോൾ അവിടുന്ന് പുല്ലൂർ സ്കൂളിൽ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു ടീച്ചർ പറഞ്ഞിരുന്നു. ടീച്ചർക്ക് തിരിച്ചു പോകണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഞാൻ 1 മണിയായപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് പോയി. അപ്പോൾ ടീച്ചർക്ക് ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ ടീച്ചർ ഞാനിവിടെ KMSൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു നീ സ്കൂളിലേക്ക് വരണ്ട, നീ ഇവിടെ വന്നാൽ മതി, പിന്നെ ഇവിടെ നമ്മളെ ചെട്ടിയങ്ങാടി വന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെട്ടിയങ്ങാടി കുറച്ച് സമയം അവിടെ പോയി നിന്ന്. അപ്പോൾ ഒരുപാട് സമയം നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ബോറടിയുണ്ടാവും. അപ്പോൾ മോനെൻ്റെ അടുത്ത് പറഞ്ഞു ചെട്ടിയങ്ങാടിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്കൂളിൽ പോയി നോക്കാം, ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് തിരിച്ച് സ്കൂളിൽ പോയി. അവിടെ ഗേറ്റിങ് ഇറങ്ങിയപ്പോൾ ടീച്ചർ പറഞ്ഞു ഞാനിവിടെ ചെട്ടിയങ്ങാടി എത്തിയിട്ടുണ്ട്, നിങ്ങളെവിടെ നിൽക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് കിടന്ന് ചെട്ടിയങ്ങാടിക്ക് തന്നെ വന്ന് ഏതായാലും ടീച്ചറെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ടീച്ചർ അവിടെ നിന്ന് അപ്പോൾ പോണ പോക്കിലാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നിട്ട് സംസാരിച്ചു. പിന്നെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് മറ്റുള്ള ടീച്ചർമാരൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാനവിടെ പുല്ലൂർ സ്കൂളിലേക്ക് പോയിട്ടുള്ള മോനും കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വേണം പിന്നെ അവന് സൈറ്റിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ പോകാനുള്ള ഇതില്ല. അപ്പോൾ പിന്നെ ഞാൻ അതുപോലെ തന്നെ വീട്ടിലേക്ക് പോകുന്നു. എന്തായാലും ഒരുപാട് ദൂരെ നിന്ന് നമ്മൾ ടീച്ചർമാരൊക്കെ വരുമ്പോൾ നമ്മൾ അടുത്തുള്ളവരിങ്ങനെ പോകാതിരിക്കുന്ന മോശമല്ല. മെസ്സേജ് നമ്മൾ കണ്ടിട്ടും അപ്പോൾ ഞാൻ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് മുമ്പ് വിഷുമാഷ് വന്നപ്പോഴും ഞാൻ അങ്ങനെ പോയിരുന്നു. അപ്പോൾ അവരെ കണ്ട് നമ്മളെ മനസ്സിൻ്റെ സന്തോഷമില്ല, അവർക്കും നമ്മളെ കാണുന്ന സന്തോഷമാണ്, നമുക്കും അവരെ കാണുന്ന സന്തോഷം. അവർ ഓർത്തിരിക്കണുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അവർക്കും ഉണ്ടാവും. അവരെത്രത്തോളം ഇഷ്ടപ്പെടുന്നത് അവരെ മനസ്സിലുണ്ടാവും. പിന്നെ അതുപോലെ നമുക്കും നമ്മൾ പഠിപ്പിച്ച ടീച്ചർമാരെയൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ സന്തോഷം ഏറെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ അവരെ കാണാൻ ഞങ്ങളും പോയിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പുതുതായിട്ടുള്ള വിശേഷങ്ങളൊക്കെ. എന്താണ് അപ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകി, കുറച്ച് ഫോട്ടോസും കൂടി എനിക്ക് കിട്ടാണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ഫോട്ടോ ഞാൻ മുത്തുലക്ഷ്മി ടീച്ചറോട് ചോദിച്ചിട്ടും പിന്നെ ജയ ടീച്ചർ വിട്ടെന്നൊക്കെ തന്നെയാണ് കയ്യിലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനൊക്കെ ഒന്ന് വൈകിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിയത് കേട്ടോ. ഇനിയിപ്പോൾ ടീച്ചർമാർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് മെസ്സേജ് വിട്ടാലും വിട്ടിട്ടില്ലെങ്കിലും നമ്മളൊന്ന് പോയി കാണുക. നമ്മൾ അവിടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ പോകാൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് കാണുക. നമുക്കൊരു സന്തോഷമല്ലേ. ഇനി എപ്പോഴാണ് കാണുക, എന്നാൽ കാണുമെന്ന് ആർക്ക് പറയാനറിയില്ല. ഇത് കഴിഞ്ഞ് പോയ നല്ല രസമുള്ളൊരു കാലമല്ലേ. അപ്പോൾ അവരെ കാണുന്നത് നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അടുത്തുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്നവർ അവിടെ മീറ്റപ്പ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ആരനുവാദമൊന്നും വേണ്ടല്ലോ, നമുക്ക് പോയിട്ടൊന്ന് കാണുക. നമ്മൾ ടീച്ചർമാരൊന്ന് പോയി കാണാൻ വേണ്ടിയിട്ട് വേഗം പോയിട്ട് അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക കേട്ടോ. ഇനിയും നടക്കും നമ്മുടെ സ്കൂളിൽ ഒരുപാട് പരിപാടികളൊക്കെ ആയിട്ട് ഇനിയും നടക്കാനുണ്ടാവും. പലരും ഇതുപോലെ മീറ്റപ്പ് നടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റെഡി ആയിട്ട് ഇരിക്കുന്നവരുണ്ടാവും, അതുപോലെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയിട്ട് അറിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചർമാരൊക്കെ പോയിട്ടൊന്ന് കാണുക. അപ്പോൾ അവർക്കും സന്തോഷമാവും, നമുക്കും സന്തോഷമാവും. അവർക്ക് ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞോളണമെന്നൊന്നും ഉണ്ടാവില്ല, ഒരുപാട് കാലമായില്ല, നമ്മളൊക്കെ വലിയതായിപ്പോൾ നമ്മളെ മുഖത്തിൻ്റെ ഷേപ്പ് ഇതൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും, അവർക്ക് മനസ്സിലായിക്കോളും. പക്ഷേ നമുക്ക് അവരെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മളൊന്ന് പോയിട്ട് ഒന്ന് കൈയൊക്കെ പിടിച്ചിട്ട് സന്തോഷമൊക്കെ ആയിട്ട് തിരിച്ചു പോരുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ എല്ലാവരും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം. പിന്നെ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.